മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ലീഡ് സ്റ്റോറിയായിരുന്നു ഇത്. മിഥുനം കുര്യാക്കോസിൻ്റെ സ്റ്റോറി. മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി എന്ന വാർത്തയും ഇതേ മലയാള മനോരമ ദിനപത്രത്തിൽ ജോമി തോമസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത. ഒരുതരം വിരുദ്ധത ബാധിച്ച് എല്ലാ ദിവസവും വൈകുന്നേരം വന്നിരുന്ന് ഇതേപോലെ സർക്കാരിനെ പള്ളി വിളിച്ചിട്ട് പോകുന്നൊരു പരിപാടി എന്തായാലും റിപ്പോർട്ടർ TV ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകന്റെ പേരിൽ ഒരു സമൻസ് വരുമ്പോൾ അത് 2 വർഷം മുമ്പ് വന്ന സമൻസ് ആണെന്നും ആ സമൻസിന്റെ യഥാർത്ഥ കാരണം റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ട് പണം ലൈഫ് മിഷനിലേക്ക് കൈമാറിയിട്ടുണ്ടോ അത് അന്നേ തീർപ്പായ വിഷയമാണ്. അതിലൊരു ചോദ്യവും തിരിച്ച് ചോദിക്കാനില്ല എന്നുള്ളത് കൂടി നമ്മൾ അന്നേ ചർച്ച ചെയ്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ആ വിഷയത്തിൽ ഒന്നും തുറന്നു പറയാനില്ലാത്തത് കൊണ്ടാണ് ഫോളോ അപ്പ് ഉണ്ടാവാത്തത്. ഈ സമയത്ത് ഇതെല്ലാം പൊങ്ങി വരുന്നത് തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യമുണ്ട്. CMRL എക്സാലോജി കേസിൽ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ MLA-ക്ക് വൻ തിരിച്ചടി. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തേണ്ട വേദി കോടതി അല്ല എന്ന വിമർശനം ഉന്നയിച്ചാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി.